ഹലോ ഗൈസ്, ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ വാല്യൂയിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് നമ്മുടെ ഡുഫി എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ വാല്യൂ ഉണ്ട്. അവിടെ നമുക്ക് ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നമ്മുടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഇവിടേക്കാണ് കേട്ടോ വരാറ്. ഇവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളിത് വണ്ടിയൊക്കെ ഇട്ടു. നമ്മളിത് കുറച്ച് കുപ്പിയും കുറച്ച് ക്യാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പമുള്ളൊരു മെഷീനാണ്. ഇതാണെങ്കിൽ നമുക്ക് കവറോട് കൂടെ ഇതിൻ്റെ അടിക്ക് തട്ടിയിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ മറ്റേതാണെങ്കിൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ ഇടണമല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസിയാണ് ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോവും. പോവാത്ത കുപ്പിയെല്ലാം മുകളിൽ കൂടെ നമുക്ക് റിട്ടേൺ തിരിച്ച് വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ തിരിച്ച് വരും. അപ്പോൾ നമുക്കൊരു ഇതുപോലെ 2 കുപ്പി ഇതുപോലെ തിരിച്ച് വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മളതൊന്നും കൂടെ ഇട്ട് നോക്കാം കേട്ടോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് 2.35 യൂറോ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കിട്ടിയ കുപ്പി നമ്മൾ തിരിച്ചൊന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അത് പോവും, ഇല്ലെങ്കിൽ അത് തിരിച്ചു വരും. തിരിച്ചു വന്നാൽ പിന്നെ തിരിച്ചും കൂടെ എടുത്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ വല്ല വേസ്റ്റിലിടുക ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് അതുപോലെ തിരിച്ചു പോകും കേട്ടോ. അങ്ങനെ നമുക്കൊരു എത്ര യൂറോ കിട്ടി? ഒരു 3 യൂറോ 60 സെൻറ്റ് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. കണ്ടോ, 60 സെൻറ്റ് കിട്ടി. അങ്ങനെ നമ്മളിതിപ്പോൾ പ്രോസസ്സിങ് ആണ്. ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് റെസിപ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ റെസിപ്റ്റ് കിട്ടി. അപ്പോൾ 3 യൂറോ 60 സെൻറ്റ് നമുക്ക് ബില്ലടിക്കുമ്പോൾ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ആ പൈസ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കും കേട്ടോ, കട്ട് ചെയ്യും. അപ്പോൾ നമ്മളിത് ട്രോളിയൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സാധനങ്ങൾ കുറച്ച് പച്ചക്കറി സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ആ ഒരു സെക്ഷനിലേക്ക് പോണേ. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ പച്ച ഫാൻ്റെ ഗൈസ്, കുറച്ച് വെറൈറ്റി ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ആപ്പിൾ എടുത്തു. നമ്മുടെ വലിയ പൈനാപ്പിൾ കണ്ടു, അപ്പോൾ പൈനാപ്പിൾ എടുത്തു. അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ക്യാരറ്റ് എടുത്തു. നമ്മൾക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ വേണമായിരുന്നു. ഫുള്ള് കാലിയായിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ പർച്ചേസിങ്ങിന് വരാറ്. അങ്ങനെ അത് തക്കാളി എടുത്തു. അതുപോലെ നമ്മളുടെ മെയിൻ ഐറ്റമായ വഴുതനങ്ങ എടുത്തു. വഴുതനങ്ങ നമ്മൾ എല്ലായ്പ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ. പിന്നെ സവാള എടുത്തിട്ടുണ്ടായിരുന്നു, 2 പാക്കറ്റ് സവാള എടുത്തു. പിന്നെ നമ്മുടെ പ്രധാന ഘടകമായ മുട്ട എടുത്തായിരുന്നു. മുട്ട ഇതൊരു 20 എണ്ണത്തിൻ്റെ പെട്ടിയാണ് കേട്ടോ. അത് നമ്മൾ 2 എണ്ണം, എപ്പോഴും പൊതുവെ 2 എണ്ണമാണ് മേടിക്കാറ്. ചില സമയത്ത് 3 എണ്ണം മേടിക്കും. അങ്ങനെ അതൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഫിഷിൻ്റെ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഫിഷൊക്കെ ക്ലോസ് ചെയ്തു കേട്ടോ. അതിനൊരു സമയമൊക്കെ ഉണ്ട്, അതിന് മുന്നേ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ മീറ്റിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മളിത് ചിക്കൻ എടുത്തായിരുന്നു. അപ്പോൾ ഡേറ്റൊക്കെ നോക്കിയിട്ട് ഒരു 2 ചിക്കൻ എടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും നമുക്ക് മേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ആവശ്യമുള്ളത് കാണുമ്പോൾ ഇങ്ങനെ എടുക്കാം. പിന്നെ ഇവിടെ അത്യാവശ്യം ബീഫും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ബിസ്ക്കറ്റ് മിഠായിയുടെ ഒക്കെ സെക്ഷനാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു ബിസ്ക്കറ്റ് എടുത്തു. പിന്നെ ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിലൊക്കെ ഇടുന്ന ഒരു സ്പ്രിങ്കിളിൻ്റെ മിക്സാണ് കേട്ടോ. അത് ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു, കേക്ക് ഉണ്ടാക്കി നോക്കാം ഗൈസ്. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ നമുക്കൊരു ബ്രൗൺ ഷുഗർ വേണമായിരുന്നു, അങ്ങനെ അതും എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ്റെ ഈ ഒരു സെക്ഷൻ കേട്ടോ. അവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാവും, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിവിടെ എന്തൊക്കെയോ, എനിക്ക് തോന്നുന്നു എന്തിൻ്റെയൊക്കെയോ കാലും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ, എല്ലും കഷ്ണങ്ങളാണ് അതൊക്കെ. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഇതൊക്കെ കുറേ എല്ലാം നമ്മുടെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. കുറേ കോക്കനട്ട് മിൽക്ക്, അതുപോലെ നമ്മുടെ കുറേ പൊടികൾ, അങ്ങനെ കുറേ സാധനങ്ങൾ. അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് എടുക്കുക. അപ്പോൾ ചില സമയത്ത് വെളുത്തുള്ളിയും ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ കവർ എടുത്തിട്ട് അതും ഇതുപോലെ കവറിലാക്കണം. അപ്പോൾ നമ്മൾ ഇഞ്ചി എടുക്കുന്നുണ്ട്. ഇഞ്ചി നമുക്ക് പെട്ടെന്ന് തീരുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ കുറച്ച് ഇഞ്ചി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇവിടെ കണ്ടോ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ കുറച്ചൊക്കെ നമുക്ക് ഒരു
നോർത്ത് ഇന്ത്യൻ സാധനങ്ങളും ഇന്ത്യൻ സാധനങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ കുറേയൊക്കെ അവരുടെ ടൈപ്പ് സാധനങ്ങൾ, അതൊന്നും ഞങ്ങളത്ര അങ്ങനെ മേടിക്കാറൊന്നുമില്ല. പിന്നെ മാഗിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. മുതിര, പയർ, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു കപ്പലണ്ടി എടുത്തു കേട്ടോ. ഇത് പച്ച കപ്പലണ്ടിയാണ്, നമ്മൾ വറുത്ത് കഴിക്കണം. പിന്നെ ഇവിടെ കണ്ടോ മാഗി, ആട്ട, അരി, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ കായ കണ്ടു ഗൈസ്. കായ ഇത് മറ്റേ ചെറിയ കായും ഉണ്ടായിരുന്നു, വലിയ കായും ഉണ്ടായിരുന്നു. വലിയ കായാണ് കേട്ടോ, അതിരുന്ന് പഴുത്തങ്ങാണ്ട. പിന്നെ കുറേ മിൻറ്റ്, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വേപ്പിൽ കിട്ടും. അതുപോലെ വെണ്ടയ്ക്ക, ഡ്രം സ്റ്റിക്ക്, ഉള്ളി, അതുപോലെ പച്ചമുളക്, എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ കാവത്താന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇപ്പം നമ്മളുടെ മെയിൻ സാധനമാണ് പച്ചമുളക്. നമ്മൾ മെയിനായിട്ട് പച്ചമുളകും ഇതുപോലെ വെണ്ടയ്ക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്, കാണുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ വരിക. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ നിന്നാണ് നമുക്ക് നാളികേരം കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു നാളികേരം എടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രോസൺ എല്ലാം കിട്ടും കേട്ടോ. അവിയൽ കഷ്ണം അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. ഇതൊക്കെ പൊടികളുടെ സെക്ഷനാണ്. പിന്നെ കടുക്, ജീരകം, അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കടുക് വേണമായിരുന്നു. അങ്ങനെ നമ്മൾ കടുക് ഒരു 2 പാക്കറ്റ് നോക്കിയെടുത്തു. പിന്നെ നമുക്ക് ജീരകം വേണമായിരുന്നു കേട്ടോ. അങ്ങനെ ജീരകത്തിൻ്റെ 1 പാക്കറ്റും എടുത്തു. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ ഫിഷാണ്. ഇത് ഫ്രോസൺ ഫിഷാണ് കേട്ടോ. നമ്മളുടെ ഫിഷുകളാണ്. ഇപ്പോൾ കിളിമീനും അങ്ങനത്തെ കുറേ എല്ലാ മീനുകളും ഉണ്ടാവും കേട്ടോ. അത്യാവശ്യപ്പെട്ട കുറേ മീനൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കിളിമീൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രസമലായിയാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ടായി. പിന്നെ മിച്ചർ എടുത്തിട്ടുണ്ടായി. മിച്ചർക്ക് മേടിച്ചിട്ട് കുറേ കാലമായി ഗൈസ്. അങ്ങനെ നമ്മൾ മിച്ചർ മേടിച്ചു. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ, കൊക്കുവട അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വിനാഗിരി എടുത്തു. പിന്നെ റവ ഉപ്പുമാവ് നമ്മൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് റവ മേടിച്ചു. പിന്നെ ശർക്കര മേടിച്ചിട്ടോ. ഇത് നമ്മുടെ ടൈപ്പ് ശർക്കരയാണ്. ഇവിടെ വേറെ ശർക്കരയും കിട്ടും കേട്ടോ. അതെനിക്ക് തോന്നുന്നു അത് നമ്മളുടെ ടൈപ്പല്ല, വേറെ ടൈപ്പ് ശർക്കരയാണ്. പിന്നെ ഇത് പാലടയുടെ അടയാണ് കേട്ടോ. പിന്നെ അത് മറ്റേത് മുളക് പൊടിയാണ്. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഒരു ഷുഗർ എടുത്തു. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ നമുക്ക് മിൽക്ക് വേണമായിരുന്നു. അപ്പോൾ ഒരു മിൽക്ക് എടുത്തു. പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ചീസ്, അതുപോലെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ യോഗേട്ട്, ഈ ഒരു യോഗേട്ടാണ് നമ്മൾ എടുക്കാറ്. അപ്പം അങ്ങനത്തെ ആ യോഗേട്ട് കുറച്ചെടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ ഓരോന്നൊക്കെ നോക്കി നടക്കുകയാണ്. ഇതൊക്കെ ടിഷ്യൂവിൻ്റെയൊക്കെ ഭാഗമാണ് കേട്ടോ. ടിഷ്യൂ, അതുപോലെ ചെടിച്ചട്ടി, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. മോപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ബോഡി വാഷ്, മോയ്സ്ചറൈസർ, ബേബി പ്രോഡക്റ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബോഡി വാഷ് വേണമായിരുന്നു. അങ്ങനെ അതൊരു 2 എടുത്തു. കണ്ടു ഗൈസ്, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ മേടിച്ച് കൊണ്ടുവരുന്ന മിഠായി ഗൈസ്, അങ്ങനത്തൊക്കെ കണ്ടു. പിന്നെ നമ്മളൊരു കോള എടുത്തു കേട്ടോ. പിന്നെ ഫാൻ്റെ നോക്കി. അപ്പോൾ അത് ലെമണായിരുന്നു. നമ്മൾ അത് മാറ്റിയിട്ട് ഓറഞ്ചിൻ്റെ ഫാൻ്റെ എടുത്തായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ ജ്യൂസ് നോക്കിയായിരുന്നു. അപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഒരു ഇതെടുത്തു. ഇതൊക്കെ ബുക്ക്, അങ്ങനത്തെ കുറേ ഐറ്റംസാണ് കേട്ടോ. പെന്ന്, അങ്ങനെയൊക്കെ. ഇതെന്തോ ഒരു ചിപ്സാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ എടുത്തു. ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കവറിലാക്കാൻ എളുപ്പത്തിന് അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ എടുത്ത് വയ്ക്കുന്നത്. അതാണ് ഈ തിരഞ്ഞെടുത്ത് വയ്ക്കുന്നത്. നമുക്ക് എളുപ്പത്തിന് ബില്ലടിക്കുമ്പോൾ കവറിലിങ്ങനെ ആ ഒരു സെക്ഷൻ പോലെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തിരഞ്ഞെടുത്ത് വെക്കുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചു. ഇത് ബില്ലടിച്ച് തുടങ്ങി. എല്ലാ സാധനവും നമ്മൾ കവറിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും ആക്കി നമ്മൾ തിരിച്ച് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ കവറിലാക്കി. അപ്പം തന്നെ ബില്ലടിക്കുമ്പോൾ അപ്പം തന്നെ കവറിലിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുത്ത് കാറിൽ വയ്ക്കാം. തിരിച്ച് വീട്ടിലേക്കും എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മളെപ്പോഴും ആക്കാറ്. അങ്ങനെ നമുക്കിതെല്ലാം കാറിലെടുത്ത് വെക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ സാമഗ്രികളൊന്നും ഇവിടെ നിന്ന് ഇറക്കി വെച്ചിട്ടില്ല. കാരണം നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും മാറ്റിയിട്ടില്ല. എല്ലാം അതുപോലെ എൻ്റെ ബക്കറ്റും ചൂണ്ടയും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ കവറുകളും ഇങ്ങനെ നൈസായിട്ട് കയറ്റി വെച്ചു. ഇനി നമ്മൾ നേരെ ഫിഷിങ്ങിന് പോവാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അടുത്ത് ഒരു ഫിഷിങ്ങിൻ്റെ സ്പോട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിലില്ല കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ഫിഷിങ്ങിന് പോണ വീഡിയോ നമ്മൾ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ ഒന്നും ഇൻക്ലൂഡൊന്നും ആക്കുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്, ബോറടിക്കുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട്. എങ്ങനെ നമ്മൾ മിഠായിയൊക്കെ തിന്ന് നമ്മുടെ ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചൂണ്ടൊക്കെ ഇട്ടിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ. താങ്ക് യു സോ മച്ച് വാച്ചിങ്.